ലാർജ് നമ്പർ അറൗണ്ട് അസിലെ ലാസ്റ്റ് വർക്ക്ഷീറ്റ് ലാസ്റ്റ് ഫിഗർ ഇറ്റ് ഔട്ട് ആണ് ചെയ്യുന്നത്. അതിൽ 7 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ബാക്കിയത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൻ്റെയും ഇട്ടിട്ടുണ്ട്. ഇതിൽ 10 to 14 ഇതിൽ 11th ക്വസ്റ്റ്യൻ പറഞ്ഞതാണ് 10 മുതൽ. എന്നാലും എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നുകൂടി ഒന്ന് പറയാം. 8th ക്വസ്റ്റ്യൻ, ഹൗ മെനി ലാക്സ് മേക്ക് എ ബില്യൺ? ബില്യണിന് ലാക്ക് എത്ര ലാക്ക് കൂടി ചേരുമ്പോഴാണ് ബില്യൺ വന്നതെന്ന്. അത് 10,000 ആണ്. കാരണം ബില്യണും ലാക്കും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി വരുന്നത് 10,000 ആണ്. ഇനി 9th ക്വസ്റ്റ്യൻ്റെ ഇത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ലാർജസ്റ്റ് സമ്മും സ്മോളസ്റ്റ് പോസിബിൾ സമ്മിൻ്റെ ഡിഫറൻസ് എഴുതാനായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ളത് 10th ക്വസ്റ്റ്യൻ. 10th ക്വസ്റ്റ്യൻ ഓൺവേർഡ്സ് പറഞ്ഞുതരാം. യു ആർ ഗിവൺ സം കാർഡ്സ് 4,000, 13,300, 70,000, 50, 1,50,000, 25. Using the card, get as close as you can to the numbers below using any operation you want. നമുക്ക് ഏത് ഓപ്പറേഷൻസ് വേണമെങ്കിലും എടുക്കാം. ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് എന്ത് കിട്ടണം? ആഡ് ചെയ്യുമ്പോൾ ഇത് ഈ വാല്യൂ അല്ലെങ്കിൽ ഇതിനോടോ നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടണം. ഈച്ച് card can be used only once for making a particular number. ഒരു നമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഒരു ടൈംസ് ഈ നമ്പർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു വട്ടം ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ കിട്ടേണ്ടത് 1,10,000 ആണ്. 1,10,000 കിട്ടണമെങ്കിൽ ഏത് ഓപ്പറേഷൻ വേണമെങ്കിലും ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 1,00,000 നിയറർ വന്നെങ്കിൽ നമുക്ക് ഒന്നുകിൽ 1,50,000 ഇവിടെ വന്നിരിക്കുന്ന 1,50,000 ആണ്. 1,50,000 നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഈ 13,000 സബ്ട്രാക്ട് ചെയ്യുക. ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ 4,000 എന്ന് പറയുന്ന നമ്പർ 20 × 20 + 5. നമുക്ക് 20 എന്ന് പറയുന്ന കാർഡ് ഉപയോഗിക്കാം, 5 എന്ന് പറയുന്ന കാർഡ് ഉപയോഗിക്കാം. അപ്പൊ 20 + 5 കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 25 കിട്ടും. ഇനി 4,000 × 25 നമുക്ക് ചെയ്യാലോ. 4,000 × 25 ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 lakh കിട്ടും. ഇനി ഈ 1 lakhന്റെ കൂടെ നമ്മൾ ഏത് കാർഡും കൂടി ഉപയോഗിക്കുക? 13,000 എന്ന് പറയുന്ന കാർഡും കൂടി ഉപയോഗിക്കുകയാണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1,30,000 കിട്ടും. ഇതെന്ന് പറയുന്നത് നിയറർ ടു 1,10,000 ആണ്. ഇനി അടുത്തതിൽ നമുക്ക് 2 lakh കിട്ടണം. 2 lakh കിട്ടണമെങ്കിൽ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1,50,000 എന്ന് പറയുന്ന കാർഡ് ഒരു വട്ടം ഉപയോഗിച്ചു. എല്ലാം ഒരു വട്ടം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ 70,000 എന്ന് പറയുന്ന കാർഡ് ആഡ് ചെയ്തു. അപ്പം 1,50,000ന്റെ കൂടെ 70,000 ആഡ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്തു. ആരെ? 4,000 × 5. 4,000 × 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 20,000 വരുന്നത്. അപ്പൊ 70,000ൽ നിന്ന് 20,000 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 50,000 കിട്ടും. അപ്പം 1,50,000 50,000 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 lakh കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ എത്ര കറക്റ്റ് ആയിട്ട് തന്നെ 2 lakh കിട്ടി. ഇനി 5,80,000 കിട്ടണം. 5,80,000 കിട്ടാനായിട്ട് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് 1,50,000 എന്ന് പറയുന്ന നമ്പറിനെ ഞാൻ 4 times മൾട്ടിപ്ലൈ ചെയ്തു. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? 4,000 × 5 സബ്ട്രാക്ട് ചെയ്തു. 1,50,000 × 4 മൈനസ് 4,000 × 5. 4,000 × 5 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20,000 കിട്ടും. അപ്പൊ 1,50,000 × 4 എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആൻസറിൽ നിന്ന് 6 lakh എന്ന് പറയുന്ന ആൻസറിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? 20,000 സബ്ട്രാക്ട് ചെയ്തു. 20,000 സബ്ട്രാക്ട് ചെയ്തപ്പോൾ എത്ര കിട്ടി? 5,80,000 കിട്ടി. അല്ലെങ്കിൽ ഇതിന് വേറൊരു മെത്തേഡിലും കൂടി ചെയ്യാം. ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. 70,000 × 5 ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ 1,50,000 ആഡ് ചെയ്യുക. അതിന്റെ കൂടെ 4,000 × 20 ചെയ്യുക. 4,000 × 20 എന്ന് പറയുമ്പോൾ നമുക്ക് 80,000 കിട്ടും. അപ്പം ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ നിയറർ ടു എത്ര കിട്ടും? 2 lakh. ഇവിടെ അല്ല, നിയറർ ടു 5,80,000 കിട്ടും. അല്ലെങ്കിൽ കറക്റ്റ് 5,80,000 കിട്ടും. നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാവുന്നതുകൊണ്ട് ഇഷ്ടമുള്ള നമ്പേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് 5,80,000 എങ്ങനെ കിട്ടണമെന്ന് കണ്ടുപിടിച്ച് വെച്ചാൽ മതി. അടുത്തത് 12,45,000. നമുക്ക് ഏതെങ്കിലും മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് 12,45,000 കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ചെയ്യുന്നത് 70,000 എന്ന് പറയുന്ന നമ്പർ 20 times മൾട്ടിപ്ലൈ ചെയ്യുന്നു. 70,000ന്റെ കാർഡിനെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 20 എന്ന് പറയുന്ന കാർഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിൽ നിന്ന് 1,50,000 സബ്ട്രാക്ട് ചെയ്യുന്നു.
അതിൽ നിന്ന് വീണ്ടും 4000 സബ്ട്രാക്ട് ചെയ്യുന്നു. മൈനസ് 300 ഇൻറ്റു 5 കണ്ടുപിടിക്കണം. 300 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 1500 മൈനസ് 4000 മൈനസ് 1500. പിന്നെ ഇവിടെ ചെയ്യുന്നത് ഇവിടെ 7 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 14 കിട്ടും. പിന്നെ 4 സീറോസിന്റെ കൂടെ ഒരു സീറോയും കൂടി വരും. അപ്പോൾ 14 ലാക്കാണ് കിട്ടണേ. 14 ലാക്കിൽ നിന്ന് 1,50,000 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ 12,50,000 ആയി. 12,50,000 നിന്ന് ഒരു 4,000 നമ്മൾ കുറയ്ക്കുന്നു. അതിൽ നിന്ന് വീണ്ടും 1,500 കുറയ്ക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 12,44,500. നിയറർ ടു 12,44,500 ഇതെന്ന് പറയണത് 12,45,000 നിയറർ ആണ്. ഒരു 500 വ്യത്യാസമേ ഉള്ളൂ. ക്ലോസസ്റ്റ് എസ്റ്റിമേറ്റ് കിട്ടിയാലും മതി. അടുത്തത് 20,90,800. ഇത് കിട്ടാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1,50,000 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പ്ലസ് എന്ത് ചെയ്യുന്നു 4,000 മൈനസ് 13,000 ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വേറെ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 13,000 എന്ന് പറയണതിന് നമ്മൾ 300 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിൽ നിന്ന് ഈ 70,000 ഇൻറ്റു 20 പ്ലസ് 5 ചെയ്യുന്നു. 20 പ്ലസ് 5 25 എന്ന് പറയുന്ന കാർഡ് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന കാർഡ് 20 ഉണ്ട്, 5 ഉണ്ട്, 300 ഉണ്ട്. അപ്പൊ ഈ കാർഡുകൾ മാക്സിമം വരാൻ പാകത്തിന് നോക്കുക. ഇവിടെ 20 ഉണ്ട്, 5 ഉണ്ട്. പക്ഷെ ഇവിടെ 40 എന്ന് പറയുന്ന നമ്പർ ഇല്ല. അപ്പൊ ഈ ആൻസർ നോക്കണ്ട, ഇത് നോക്കി വെച്ചാൽ മതി. അപ്പൊ 13,000 ഇൻറ്റു 300 മൈനസ് 70,000 ഇൻറ്റു 20 പ്ലസ് 5 മൈനസ് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം 1,50,000 സബ്ട്രാക്ട് ചെയ്യാം. ഇനി അതിന്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്യാം, ഒരു 4,000 കൂടി ആഡ് ചെയ്യാം. ഇത് ഇത്രയും സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 20,04,000 ആണ്. നിയറർ ടു വാല്യൂ ആയാലും മതി. ഇവിടെ 14 എന്ന് പറയുന്ന നമ്പർ ഇല്ലാത്തതുകൊണ്ട് അത് നോക്കണ്ട. 300 എന്ന് പറയുന്ന കാർഡ് നമുക്ക് എടുക്കാം, 13,000 എന്ന് പറയുന്ന കാർഡ് കൊടുക്കാം. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി 20 പ്ലസ് 5 എന്ന് പറയുമ്പോൾ 25 ഇൻറ്റു 70,000 ആ വാല്യൂയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. ആ വാല്യൂയിൽ നിന്ന് വീണ്ടും എന്ത് സബ്ട്രാക്ട് ചെയ്യാം 1,50,000 സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 20 ലാക്ക് കിട്ടും. ആ 20 ലാക്കിന്റെ കൂടെ എന്താ ആഡ് ചെയ്യുക 4,000 ആഡ് ചെയ്യാം. 4,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നിയറർ ടു 20,90,800 കിട്ടും. അതെന്ന് പറയുന്നതാണ് 20,04,000. അങ്ങനെ കണ്ടുപിടിക്കാം. പിന്നെ 11th ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നമുക്കിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റ് 180 മീറ്റർ ആണ്. അപ്പൊ അതിനെ നമുക്ക് മില്ലിമീറ്ററിലേക്ക് മാറ്റാനായിട്ട് ഇൻറ്റു 10,000 ചെയ്യുക. അപ്പൊ നമുക്ക് 1,80,000 കോയിൻസ് നിരത്തി വെച്ചാലാണ് നമുക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അത്ര ഹൈറ്റ് കിട്ടുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു ഗ്രേ ബീഡഡ് albatrosses have a roughly 7 feet wide wingspan. They are known to migrate across several oceans. Albatrosses can cover about 900 to 1,000 kilometers in a day. One of the longest single trip recorded is about 12,000 kilometers. How many days would such a trip take to cross an ocean approximately? അങ്ങനെയാണെങ്കിൽ ഒരു ഓഷ്യൻ കവർ ചെയ്യാനായിട്ട് അവർക്ക് എന്തോരം ടൈം എടുത്തിട്ടുണ്ടായിരിക്കും. ഇവിടെ അതിന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ പക്ഷി, ഗ്രേ ഹെഡഡ് ആൽബട്രോസസ്. ഇതിന് പറക്കാൻ എത്ര 7 ഫീറ്റ് വൈഡ് ആണ് അതിന്റെ വിങ് സ്പാന്. അതിന് ഓഷ്യൻസ് മൈഗ്രേറ്റ് ചെയ്ത് പോവാൻ പറ്റും. ആൽബട്രോസസിന് 900 മുതൽ 1,000 കിലോമീറ്റർ ഒരു ദിവസം പറക്കാൻ പറ്റും. അതിന്റെ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് നീളം കൂടിയ സിംഗിൾ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരിടത്തും റെസ്റ്റ് ചെയ്യാതെ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 12,000 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് അതിന് പസഫിക് ഓഷ്യൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഷ്യൻ അപ്രോക്സിമേറ്റ്ലി കവർ ചെയ്യാൻ പറ്റും? അപ്പൊ ഒരു ദിവസം അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്, ഒരു ഡേയിൽ അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ് 900 ആണ്. അപ്പൊ 12,900 കിലോമീറ്റർ ആണ്. അപ്പൊ 12,000 കിലോമീറ്റർ കവർ ചെയ്യാൻ എത്ര ദിവസം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ 12,000നെ 900 ഡിവൈഡ് ചെയ്യണം. 12,000നെ 900 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ 2 സീറോയും ഇവിടുത്തെ 2 സീറോയും കട്ട് ചെയ്യാം. അപ്പൊ 120 ഡിവൈഡഡ് ബൈ 9 എഴുതാം. 1 ടൈം 9 സബ്ട്രാക്ട് ചെയ്യുക. 30യില് 3 ടൈംസ് 27 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 കിട്ടും. വീണ്ടും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പൊ 13.3 ഏകദേശം 13.3 ഡേയ്സോളം. അതിന്റെ ഒരു ഭാഗം കൂടി 13 ദിവസത്തിൽ കൂടുതൽ കുറച്ചും കൂടി നേരം കൂടി എടുത്ത് അതിന് ഒരു ദിവസം 13 ദിവസം കൊണ്ട് അതിന് ഈ 12,000 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും. ഇനി റെസ്റ്റ് എടുക്കാതെ
ഇതിപ്പോ 1000 കിലോമീറ്റർ ഒരു ദിവസത്തില് 1000 കിലോമീറ്റർ പെർ ഡേ ആണത് ട്രാവൽ ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യുക, 12,000നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 12 ഡേയ്സ്. അപ്പൊ 12 ഡേയ്സ് നിർത്താതെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഓഷ്യൻ കവർ ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏകദേശം 12 മുതൽ 14 ദിവസം കൊണ്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റും? 12,000 കിലോമീറ്റർ ട്രിപ്പ് ഓഷ്യൻ ഒറ്റ സ്ട്രെച്ചിൽ അതിനെ കവർ ചെയ്യാൻ പറ്റും. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഒരു ബാർ ടെയിൽഡ് ഗോഡ് വിത്തിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഹോൾസ് റെക്കോർഡ്സ് ഫോർ ദ ലോങ്സ്റ്റ് റെക്കോർഡഡ് നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ്. ആ ബാർ ടെയിൽഡ് ഗോഡ് വിറ്റ് എന്ന് പറയുന്ന ഒരു പക്ഷിക്കാണ് ഏറ്റവും കൂടുതൽ ഒരിക്കലും നിൽക്കാതെ യാത്ര ചെയ്തതിന്റെ റെക്കോർഡ് കിട്ടിയിരിക്കുന്നത്. അതിന് 13,560 കിലോമീറ്റർ. ഇവിടെ 12,000 ആ പക്ഷിക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ബാർ ടെയിൽഡ് പക്ഷിക്ക് 13,560 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ പറ്റും. അത് അലാസ്കയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കാണ് പോയത്. ഒരിടത്തും അത് നിർത്തിയിട്ടില്ല. അത് അതിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് 13th October 2022 അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. എത്ര ദിവസം കണ്ടിന്യൂ ചെയ്തു? 11 ഡേയ്സ് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് ഇറ്റ് കവേർഡ് ഇൻ എ സിംഗിൾ ഡേ, അല്ലെങ്കിൽ എവറി ഡേ, ഓരോ ദിവസം അത് ഏകദേശം എന്തോരം ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് എന്ത് കണ്ടുപിടിക്കണം? ഫൈൻഡ് ഔട്ട് ദ അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് ഇറ്റ് കവേർഡ് ഇൻ എവറി അവർ, ഓരോ അവറിലും അത് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്? 13,560 കിലോമീറ്റർ. ഇത് 11 ദിവസം കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു ദിവസം എന്തോരം കവർ ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 13,560നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 1232.73 കിട്ടും. ഈ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ 5 ആയതുകൊണ്ട് അതിനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1233 കിലോമീറ്റർ കിട്ടും. ഇത് ഒരു ദിവസം അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. ഇനി നമുക്ക് എത്രയാ? 1 അവറിലെയാണ് കണ്ടുപിടിക്കുന്നത്. ഒരു ഡേ എന്ന് പറയുന്നത് എത്ര അവേഴ്സ് ആണ്? 24 അവേഴ്സ് ആണ്. അപ്പൊ ഒരു അവറിലെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഈ 1233നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 51.36 കിലോമീറ്റർ എന്ന് കിട്ടും. അതിന് അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ 51 കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ അത് 51 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. അങ്ങനെ ഒരു ദിവസത്തിൽ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യും? 1233 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. അപ്പൊ 11 ദിവസം അത് എത്ര ട്രാവൽ ചെയ്യുന്നുണ്ട്? 13,560 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത പക്ഷിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമുക്കിവിടെ ഫിഗർ ഇറ്റ് ഔട്ട് ഇല്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ബാൾഡ് ഈഗൽസ് ആർ നോൺ ടു ഫ്ലൈ ആസ് ഹൈ ആസ് 4,500 to 6,000 മീറ്റർ എബവ് ദ ഗ്രൗണ്ട് ലെവൽ. നമുക്കിവിടെ ഗ്രൗണ്ട് ലെവലിന്റെ താഴെ തട്ടിൽ നിന്ന് 4,500 മുതൽ 6,000 മീറ്റർ ഹൈറ്റിൽ അതിന് ട്രാവൽ ചെയ്യാം. അത്രയും ദൂരത്തിൽ പൊക്കത്തിൽ പോവാൻ പറ്റും. മൗണ്ട് എവറസ്റ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 8,850 മീറ്റർ ഹൈ ആണ്. അതുപോലെ തന്നെ എയ്റോപ്ലെയിന് പറക്കാൻ പറ്റുന്നത് 10,000 മുതൽ 12,800 മീറ്റർ ഹൈറ്റിൽ പറക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ടൈംസ് ബിഗർ ആർ ദീസ് ഹൈറ്റ് കമ്പയർഡ് ടു സോമോസ് ബിൽഡിംഗ്? സോമോസിന്റെ ബിൽഡിംഗ് വെച്ച് നോക്കുമ്പോൾ എന്തോരും ബിഗർ ആണ് അതിന്റെ ഹൈറ്റ്. സോമുവിന്റെ ബിൽഡിംഗ് നമ്മൾ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പഠിക്കുന്നുണ്ട്. സോമുവിന്റെ ബിൽഡിംഗിന്റെ ഹൈറ്റ് എത്രയാണെന്നാ പറഞ്ഞേക്കണേ? 40 മീറ്ററാ പറഞ്ഞിരിക്കുന്നത്. അപ്പം ബാൾഡ് ഈഗിളിന് പറക്കാൻ പറ്റുന്ന ഹൈറ്റ് എത്രയാണ്? 4,500 ആണ്. അതിന്റെ ആദ്യം നോക്കാം. 4,500 ഹൈറ്റില് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇരട്ടിയാന്ന് നോക്കാം. അപ്പൊ എന്ത് ചെയ്യുക? 4,500 ലോവർ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 4,500 ആണ്. അതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 450/4 എന്ന് കിട്ടും. ഡിവൈഡ് ചെയ്യുമ്പോൾ 112.5 ടൈംസ് 112.5 ഇരട്ടി, അല്ലെങ്കിൽ നമുക്ക് ഒരു 113 ഇരട്ടി വലിപ്പമുണ്ട് അല്ലെങ്കിൽ നീളമുണ്ട് ഈ ബാൾഡ് ഈഗിൾസിന് പറക്കാൻ പറ്റുന്ന ദൂരം എന്ന് പറയുന്നത്. ഇതിന്റെ അപ്പർ ഹൈറ്റ് 6,000 ആണ്. അപ്പൊ 6,000നെ നമ്മൾ 40 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 150 ടൈംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൾഡ് ഈഗിളിന് എത്ര? സോനുവിന്റെ ബിൽഡിങ്ങിന്റെ 112 ഇരട്ടിയോ അല്ലെങ്കിൽ 150 ഇരട്ടിയോ പൊക്കത്തിൽ അതിന് പറക്കാൻ പറ്റും. അതുപോലെ തന്നെ മൗണ്ട് എവറസ്റ്റിന്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? മൗണ്ട് എവറസ്റ്റിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 8,850 ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? സോമുവിന്റെ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 2 എന്ന് കിട്ടും. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 1.25 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ 221.25 അത്രയും ഇരട്ടിയാണ് സോമുവിന്റെ മൗണ്ട് എവറസ്റ്റിന്റെ ഹൈറ്റ് സോമുവിന്റെ ബിൽഡിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ പറഞ്ഞിരിക്കുന്നത് എയറോപ്ലെയിൻ പറക്കാൻ പറ്റുന്ന ലോവസ്റ്റ് ഹൈറ്റ് എത്രയാണ്?
ലോവർ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 10,000 ആണ്. അപ്പൊ എന്ത് ചെയ്യുക, ഈ 10,000 നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 1000/4 എന്ന് കിട്ടും. 1000/4 എന്ന് പറയുമ്പോൾ 250. ലോവർ എസ്റ്റിമേറ്റ് 250 ആണ്. ഹയർ എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, ഈ 12,000 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 12,000 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1200/4 കിട്ടും. അതെന്ന് പറയുമ്പോൾ 300 അത്രയും വരും. 300 ആട്ടോ, ഇത് 12,000 എന്നല്ലേ പറഞ്ഞേക്കണം. അപ്പം 300 ആണ് വന്നത്. അപ്പൊ എയ്റോപ്ലെയിന് സോമുവിന്റെ ബിൽഡിങ്ങിന്റെ ഹൈറ്റിന്റെ 250 ഇരട്ടിയോ അല്ലെങ്കിൽ 300 ഇരട്ടിയോ ഹൈറ്റ് ഉണ്ട് സോമുവിന്റെ ബിൽഡിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമുക്കിടെ ലാസ്റ്റത്തെ ഫിഗർ ഇറ്റ് ഔട്ടിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഗ്രേഡ് 8, 9 എല്ലാത്തിന്റെയും വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ 6 ഓൺവേർഡ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും അത് കാണും. ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ലാസ്റ്റത്തെ പോർഷൻ ഭയങ്കര എളുപ്പമാണ്, നമുക്ക് ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത് 6th ക്വസ്റ്റ്യന്റെ ABC ആണ്. അത് 2-3 വട്ടം കേട്ട് കഴിഞ്ഞാലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.